اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. قال قد أجيبت دعوتكما فاستقيما ولا تتبعان سبيل الذين لا يعلمون. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ചെറിയതും വലിയതും ഒറ്റക്കും കൂട്ടായിട്ടുള്ളതും രഹസ്യവും പരസ്യവുമൊക്കെയായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മുഹറം മാസം അവസാനിക്കാൻ പോവുകയാണ്. ഇസ്ലാമിൻ്റെ പുതുവർഷാരംഭം മുഹറം മാസത്തിലാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക കലണ്ടർ ഹിജ്റ കലണ്ടറായി തീരുമാനിക്കുകയും നബി തിരുമേനി ഹിജ്റ പോയ റബീഉൽ അവ്വൽ മാസം ഉൾക്കൊള്ളുന്ന ആ വർഷത്തിൻ്റെ തുടക്കത്തെ ഇസ്ലാമിൻ്റെ പുതുവർഷമായി കണക്കാക്കുകയും ചെയ്തു. 1438 പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം 1438 വർഷമാണ് നമ്മൾ പിന്നിട്ട് കൊണ്ടിരിക്കുന്നത്.
ഹിജറ മുഹറത്തിലായിരുന്നില്ല, റബീഉൽ അവ്വലിലായിരുന്നു പ്രവാചകന്റെ ഹിജറ ഉണ്ടായിരുന്നത്. മുഹറത്തിലെ ചരിത്രം നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിർഔനുമായി ബന്ധപ്പെട്ടതാണ്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ 2 ഖുതുബകളിലായി വെച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനാണ് ഇന്ന് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നും കൂടി മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അക്രമകാരികൾക്ക് ഒരു പരീക്ഷണമാക്കി ഞങ്ങളെ വിട്ടുകൊടുക്കാൻ പാടില്ല. ആഗോളതലത്തിലെ മുസ്ലിം സമുദായം ഭക്ഷണത്തലികയിലെ വിഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദർശനം ചെയ്തിരുന്നല്ലോ, യൂശിക്കു അൻ തദഅ കമാ തദഅ ലകലതു ഇലാ ഖിസ്ഹതിഹാ. ഒരു കാലം വരും, അന്ന് ഭക്ഷണത്തളികയിൽ വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാൻ അതിന്റെ ചുറ്റും ആളുകളിരിക്കുന്നത് പോലെ. പഴയ സിസ്റ്റമായിരുന്നു അത്. വലിയ തളികയിൽ ധാരാളം ഭക്ഷണം വിളമ്പി നടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനത്തേക്ക് വെച്ച്, ഇന്നും അറബികൾക്ക് ആ പതിവുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഭക്ഷണത്തളികൾക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ചു തീർക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സമുദായത്തെക്കുറിച്ച് ഒരു പ്രവചനം എന്ന സ്വഭാവത്തിൽ ദീർഘദർശനം ചെയ്തതായിരുന്നു ഇത്. ഭക്ഷണത്തളികയിൽ വിളമ്പി വെച്ച ഭക്ഷണം തീർക്കാൻ അതിന്റെ ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടുന്നത് പോലെ ഒരു കാലഘട്ടം വരും. കമാ തദഅ ലകലതു ഇലാ ഖിസ്ഹതിഹാ. ഭക്ഷിക്കാൻ വേണ്ടി എല്ലാവരും തളികയിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് പോലെ ഇസ്ലാമിക ഉമ്മത്തിനെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി എല്ലാവരും വിളിക്കപ്പെടുന്ന, എല്ലാവരും തെളിക്കപ്പെടുന്ന, എല്ലാവരും ഒരുമിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ചിലപ്പം വരും. ഖീല ഔ മിൻ ഖില്ലത്തിൻ ബിനാ യൗമഇദിൻ യാ റസൂലല്ലാഹ്. എന്താ റസൂലേ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവായിരിക്കുമോ? ഈ ഹദീസ് വേറെ ചിലതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വല്ലാത്ത വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഞങ്ങളെ ന്യൂനപക്ഷമായതുകൊണ്ടാണോ ഏക സിവിൽ കോഡ് മുതൽ മുത്തലാഖ് മുതൽ ബാബരി മസ്ജിദ് മുതൽ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ തലയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അത്ഭുതകരമായ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് കണ്ണിൽ വെള്ളം നിറച്ച് സംസാരിക്കുന്ന വളരെ മനോഹരമായ മുത്തലാഖ് ചൊല്ലി, ഒരു ഫോൺ ചൊല്ലി, ഒരു ഫോണിലൂടെ മൊഴി ചൊല്ലിയതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ, ഇന്ത്യയിലെ നിയമം ഏകീകരിക്കപ്പെടാത്തതുകൊണ്ട് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദയയും കാരുണ്യവും വാത്സല്യവും ഗുണകാംക്ഷയും ജനസ്നേഹവും ജനാധിപത്യബോധവും ഒക്കെയുള്ള ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയതിൽ നമ്മൾ എന്തെന്നില്ലാത്ത സന്തോഷം എവിടെയാണോ അറിയിക്കേണ്ടത് അവിടെ അറിയിക്കണം. എന്തൊരു രസകരമാണ് കാഴ്ചകൾ. ഒരു ഉമ്മ JNUവിൽ കരഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി, എന്റെ മകനെവിടെ, നജീബ് എവിടെ, ABVP-ക്കാർ തല്ലിച്ചതച്ച ചെറുപ്പക്കാരനെവിടെ? ഒരഡ്രസ്സുമില്ല. മുസഫർ നഗറിൽ ബാത്റൂമില്ല, കുളിമുറില്ല, തിന്നാനുള്ള ഭക്ഷണമില്ല. 65,000-ലധികം വരുന്ന മുസ്ലിം സഹോദരന്മാർ, അതിലെ സഹോദരിമാർ എത്ര കാലമായി, 3 വർഷമായി പാർലമെന്റ് ഇലക്ഷനോട് അനുബന്ധിച്ച് വളരെ റിമോട്ടായി സംഘടിപ്പിക്കപ്പെട്ട വർഗീയ കലാപത്തിന്റെ പിന്നിൽ അഭയാർത്ഥികളായി സ്വന്തം വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും മടങ്ങാതെ. ഞാൻ നിങ്ങൾക്ക് വൈകാരികമായ ഒരു ഉദ്ദീപനം കിട്ടാനും നിങ്ങളെ വർഗീയമായി ചിന്തിക്കാനും വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല ഇത്. അങ്ങനത്തെ ഒരു നിലപാട് നമുക്ക് ആവശ്യമില്ല. ഗുജറാത്തിൽ 3 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ഗുജറാത്തിലെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത്, അതിന്റെ വേസ്റ്റ് കൊണ്ടുപോയിടുന്ന ഭാഗത്ത്, അഹമ്മദാബാദിൽ പ്രധാനമന്ത്രിയാകാൻ ഇയാളെ യോഗ്യനാക്കിയ അത്യന്തം അപകടകരമായ കലാപത്തിന്റെ പിന്നിലൂടെ അഭയാർത്ഥികളാക്കപ്പെട്ടവർ ഒരു തുള്ളി കണ്ണീർ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കുട്ടുണ്ടായിട്ടില്ല.
എന്നിട്ട് RSSും പ്രധാനമന്ത്രിയും പറയുന്നു ഒരു ഫോൺ കോള് ചൊല്ലിയിട്ട് അതിലൂടെ മുത്തലാഖ് ചെല്ലുന്നത് കൊണ്ട് നമുക്കവരെ വെല്ലുവിളിക്കണം. നിങ്ങൾ കണക്ക് പറയേ, ഏത് സമുദായത്തിലാണ് വിവാഹമോചനങ്ങൾ നടക്കുന്നത്? ഏത് സമുദായത്തിലെ സ്ത്രീകളാണ് കണ്ണീര് കുടിക്കുന്നത് വിവാഹമോചനത്തിന്റെ പേരിൽ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ട് മുസ്ലിം സമുദായത്തെ തെരുവിലേക്ക് വലിച്ചിഴച്ച് അതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ കള്ളപ്രചരണങ്ങൾ അടിച്ചുവിട്ട് ഈ രാജ്യത്തിന്റെ അകത്തളകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന 100 കോടി പ്രശ്നങ്ങളിൽ നിന്ന് വളരെ സമർത്ഥമായി തടിതപ്പാൻ വേണ്ടി രാഷ്ട്രീയ ധൈര്യമില്ലാത്ത ഇവർ, രാഷ്ട്രീയം പറയാൻ ധൈര്യമില്ലാത്ത ഇവർ സമുദായവും വർഗീയതയും മതവുമൊക്കെ എടുത്തുകൊണ്ട് ഉപയോഗിച്ച് അവസാനിപ്പിക്കുന്നു ആ ഭാഗം. അതാണ് കാലം. എല്ലാവരും നിങ്ങളെ തിന്നു തീർക്കാൻ ഒരുമിക്കുന്നു. എന്താ പ്രശ്നം? ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? ന്യൂനപക്ഷമായത് കൊണ്ടാണോ? നിങ്ങളൊക്കെ പ്രശ്നതാണല്ലോ. ന്യൂനപക്ഷമാണ്, എന്തും സംഭവിക്കാം, അപകടകരമായത് സംഭവിക്കാം. അപ്പൊ ഭൂരിപക്ഷമുള്ളിടത്തൊക്കെ അവിടെയൊക്കെ സുന്ദരകാല ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, സിറിയയിൽ, ലിബിയയിൽ, ഇറാഖിൽ, യമനിൽ അവിടെയൊക്കെ നല്ല സുന്ദരകാല. സഹാബേ കിറാം ഈമാനികമായി സഞ്ചരിച്ചവരാണവർ, ഇഹ്സാനിലൂടെ ജീവിച്ചവരാണവർ. സത്യവിശ്വാസത്തിന്റെ മാധുര്യവും അതിന്റെ അനുഭൂതിയും അതിന്റെ അനുഭവങ്ങളും മനോഹരമായി അഭിമുഖീകരിച്ച പ്രവാചകന്റെ കാലഘട്ടത്തിലെ സഹാബേ കിറാമിനെ സംബന്ധിച്ചിടത്തോളം അവരാകെക്കൂടി കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചോദ്യം മാത്രമേ അവർക്ക് വെക്കാനുള്ളൂ. കാരണം ഈമാനും ഇഹ്സാനും അതുപോലെ തന്നെ ഇബാദത്തും ഇസ്ലാമും ഒക്കെ അവസാനിപ്പിച്ച ഒരു സമുദായത്തെക്കുറിച്ച് അവർക്ക് ഭാവന ചെയ്യാൻ സാധ്യമല്ല. അത് നഷ്ടപ്പെട്ടു പോയവർ, വഴിയിൽ കളഞ്ഞു കുളിച്ചവർ, അതിനോടുള്ള കരാറുകൾ ലംഘിച്ചവർ, ഇതൊന്നും ഇസ്ലാമിക സമൂഹത്തിലെ ഒന്നാമത്തെ സഹാബേ കിറാമിന് ആലോചിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാമല്ലോ അവർ ചോദിച്ചത് ഖീലാഉ മിൻ ഖല്ലത്തിൻ ബിനാ യൗമഇദി യാ റസൂലല്ലാഹ്, എന്താ റസൂലെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഞങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു പോയത് കൊണ്ടാണോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഖാല ബൽ അന്നകും കസീറൂൻ, ധാരാളം ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാകും. ആഫ്രിക്കയിലുണ്ട് നിങ്ങൾ, പശ്ചിമേഷ്യയിലുണ്ട് നിങ്ങൾ, ഏഷ്യയിലുണ്ട് നിങ്ങൾ, ഇന്ത്യയിൽ കോടാനുകോടിയുണ്ട് നിങ്ങൾ, കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലുണ്ട് നിങ്ങൾ, യൂറോപ്പിലും ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്നു, അമേരിക്കയിലുമുണ്ട് നിങ്ങൾ. ലാറ്റിൻ അമേരിക്ക മാത്രമാണ് കുറച്ച് വിഘാതമായി നിൽക്കുന്നത്, ഓസ്ട്രേലിയയിലുമുണ്ട്. ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ സമുദായം പരന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ കുളത്തിലെ ചണ്ടി പോലെ, കാറ്റിലെ നുരയും പതയും ചവറ പോലെ, വെള്ളത്തിലെ നുരയും പതയും പോലെ, കാറ്റിലെ ചവറ്, വെള്ളത്തിലെ നുരയും പതയും, അതുപോലെ തന്നെ ഈ ഒഴുകി വരുന്ന ചണ്ടി കുംഭാരങ്ങൾ, കുളത്തിലെ ചണ്ടി ആർക്കാണ് ആവശ്യമുള്ളത്? നിങ്ങൾ കുളത്തിലെ കുളം കണ്ടിട്ടില്ലേ? നിങ്ങൾ നമ്മളൊക്കെ കുളങ്ങൾ കാണാം. അപ്പൊ നിറച്ച് ചണ്ടി, ആ പായല് കെട്ടിയിട്ട്, ആഫ്രിക്കൻ പായൽ മുതൽ നാടൻ പായലടക്കം കെട്ടിയിട്ട് വെള്ളത്തിന് നിലനിൽക്കാനും മത്സ്യങ്ങൾക്ക് ജീവിക്കാനും കുടിക്കാനും പറ്റാത്ത വണ്ണം ആ വെള്ളത്തിനും അതിനെ കൊണ്ട് ഉപയോഗമില്ല, ബാക്കിയുള്ളതിനെ കൊണ്ടും അതിനെ കൊണ്ട് ഉപയോഗമില്ല. എല്ലാവർക്കും ഒരു ഉപദ്രവമായി. അതാണ് കുളത്തിലെ ചണ്ടി പോലെ, ഒഴുക്കിലെ ചവറ പോലെ, മാലിന്യം പോലെ. വലാകിന്നകും കുളത്തിലെ ചണ്ടി പോലെ ആയിട്ടുണ്ടാകും നിങ്ങൾ. വനസലബിക്കുമൽ വഹൻ, നിങ്ങൾക്ക് വഹൻ ഇറങ്ങിയിട്ടുണ്ടാവും. വഹന് യാ റസൂലല്ലാഹ്, എന്താണ് ഈ വഹന്? എന്താണ് പ്രവാചകരെ ഈ വഹൻ എന്ന് പറയുന്നത്? ദുനിയാവിനോടുള്ള ആസക്തി, ദുനിയാവിനോടുള്ള ആസക്തി. അതിലെ വ്യക്തികൾ, അതിന്റെ കുടുംബങ്ങൾ, അതിന്റെ സംഘടനകൾ, അതിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, അതിന്റെ രാഷ്ട്രാന്തരീയ സംവിധാനങ്ങൾ, എല്ലാവർക്കും ഭൗതികതയോടാണ് താൽപര്യം. സമ്പത്തിനോട്, അധികാരത്തോട്, പദവികളോട്, ആസ്വാദനങ്ങളോട്, ആർത്തികളോട്, ആഘോഷങ്ങളോട്, ഉത്സവങ്ങളോട്, ഈ ദുനിയാവിൽ കിട്ടുന്ന ഭയങ്കരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് അവരുടെ ആലോചന. നിസ്സാരമായി കിടക്കുന്ന ഈ ദുനിയാവിനെ വളരെ വലിയതായി അവർ ധരിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്ന വലിയൊരാശയത്തെ, വലിയ ഒരു ദർശനത്തെ കയ്യിലേൽപ്പിക്കപ്പെട്ട ഈ സമുദായം ഈ ഭൗതികമായ ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുകയും അതിനെ കെട്ടിപ്പിടിച്ചു കിടക്കുകയും ചെയ്യുന്ന ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടം, പ്രേമം, സ്നേഹം. അങ്ങനെ തന്നെയല്ലേ? ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? നമുക്കെന്താ വലുത്? ഈമാന, ഇഹ്സാന, ഇസ്ലാമ, ഇബാദത്ത, അല്ലാഹ്, റസൂല, ഖുർആന, ഏതാണ് വലുത്?
നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ചോദിക്ക്, എന്താണ് നമുക്ക് വലുത്? അള്ളാഹുവാണോ? അള്ളാഹുവിന്റെ പ്രവാചകനാണോ? വർഗീയമായും സാമുദായികമായും ഞാനും നിങ്ങളും ചിലപ്പോൾ രംഗത്ത് വന്നേക്കാം. പക്ഷെ വ്യക്തിപരമായി നമ്മുടെ അനുഭവത്തിന്റെ ഒരു ഭാഗമായി അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും പരിശുദ്ധ ഖുർആനും അതിന്റെ നിലപാടുകളും സമീപനങ്ങളും എവിടെയാണ് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള ആസക്തി, വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള പേടിയും. മരിക്കാൻ പേടി. കട്ടിലിൽ കിടന്നിട്ട് മരിക്കാൻ ധൈര്യമുണ്ട്. കട്ടിലിൽ കിടന്നിട്ട് മരിക്കാൻ ധൈര്യമുണ്ട്. യുദ്ധം ചെയ്ത് മരിക്കുന്ന വർത്താനൊന്നുമല്ല പറയുന്നത്. അതെളുപ്പ, അങ്ങോട്ട് കൊടുത്തിട്ടും ഇങ്ങോട്ട് വാങ്ങിയിട്ടും ഒക്കെ യുദ്ധം ചെയ്ത് മരിക്കാൻ. പക്ഷെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ജീവിച്ചു മരിക്കാൻ എന്റെ ഇന്നത്തെ ദിവസം ക്ലിയറാ. എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ഇന്ന് രാത്രി അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക അമൂത് വബിക അഹ്യാ വഇലൈക്കൽ മസീർ വഇലൈക്കൻ നുശൂർ. ഉറപ്പല്ലേ? ഇന്ന് നേരം വെളുത്തവർ വൈകുന്നേരം ഉണ്ടാകും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. പലരും നേരം വെളുത്ത വൈകുന്നേരത്തിന്റെ ഇടയിൽ തിരിച്ചുപോയിട്ടുണ്ട്. ലോകത്തെ പറന്നു വീണ കോടാനുകോടി മനുഷ്യന്മാർ മുഴുവൻ, വമ്പന്മാർ, കൊമ്പന്മാർ, ഗജകേസരികൾ, അധികാരമുള്ളവർ, പദവിയുള്ളവർ, സമ്പത്തുള്ളവർ എല്ലാം ഇന്നലകളിൽ നേരം വെളുത്ത വൈകുന്നേരത്തിന്റെ ഇടയിൽ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ പോയി. ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ല. അല്ലാഹുമ്മ ബിക അംസൈന, നിന്നെ കൊണ്ടാണ് വൈകുന്നേരം ഉണ്ടാകുന്നത്. ഇനി വൈകുന്നേരമാവും. വൈകുന്നേരമായാൽ അല്ലാഹുമ്മ ബിക അസ്ബഹന, നേരം വെളുക്കുന്നതിന്റെ മുമ്പ് എത്ര പേർ തിരിച്ചുപോയിട്ടുണ്ട്? രാത്രി കടന്നുറങ്ങിയവർ എഴുന്നേൽക്കാതിരുന്നിട്ടുണ്ട്. രാത്രിയിൽ നിങ്ങൾക്ക് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പ വീണിരിക്കുന്നു, നിങ്ങളുടെ മകൻ തലതല്ലിപ്പെട്ടിരിക്കുന്നു, അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഭാര്യ അസുഖത്തിൽ വീണിരിക്കുന്നു, അവരിതാ തിരിച്ചു പോവുകയാണ്. ഇല്ലേ അനുഭവങ്ങൾ ധാരാളം. നിങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ഇന്ന് വൈകുന്നേരം, ഇന്ന് രാവിലെ ഞാൻ എണീച്ചത്, ഇന്ന് വൈകുന്നേരത്തിന്റെ മുമ്പിൽ അള്ളാഹുവിലേക്ക് ഞാൻ യാത്ര തിരിക്കും. ഉറപ്പ്. ഒരു ദിവസം അത് സംഭവിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഈ നൂൽപ്പാലം, ഒട്ടും രസാവഹമല്ലാത്ത ഈ പാലം, അതുമ്മലിങ്ങനെ ചാഞ്ചാടി പോവാ ഞാനും നിങ്ങളും. നമ്മൾ വിശ്വസിക്കുന്നു ഈ പാലം ഉറപ്പുള്ളതാ, ഇതെന്നെ വീഴ്ത്തില്ല, ഇതെന്നെ തളർത്തില്ല, ഇതിന് ഞാൻ അക്കരെ മറുകര കടക്കും. സഹോദര, ആരും കടന്നിട്ടില്ല. നമ്മളെക്കാൾ വലിയവരും നമ്മളെക്കാൾ ചെറിയവരും ഒന്നും. എല്ലാവരും ജീവിത മരണങ്ങൾക്കിടയിൽ പിടഞ്ഞു വീണിട്ടുണ്ട്. ഒരു ദിവസം കാത്തിരിക്കുക എന്നെയും നിങ്ങളെ. ഞാൻ അതിലേക്ക് പോണില്ല, എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട്. മരണം അല്ലപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞപ്പോ അവർക്ക് എത്തിയെന്നുള്ളൂ. വകറാഹിയത്തുൽ മൗത്ത്. നിങ്ങൾക്ക് മരിക്കാനുള്ള ഭയം പരീക്ഷിക്കുക. എനിക്കും നിങ്ങൾക്കൊക്കെ. ലോക ഇസ്ലാമിക സമൂഹം മുഴുവൻ മരിക്കാൻ പാകപ്പെട്ട ഒരുമ്മ. ഏത് സമയത്തും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അള്ളാഹു എന്നെ തിരിച്ചു വിളിച്ചാൽ എനിക്കെന്ത്? എല്ലാം ക്ലിയറാ, കടലാസൊക്കെ ശരിയാ, ഒരു പ്രശ്നമില്ല. ആർക്കാണ് പറയാൻ പറ്റുക? നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ യാത്ര തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരിക്കാനുള്ള ഭയമാണ്. അതിന്റെ പണ്ഡിതന്മാർക്ക്, അതിന്റെ നേതാക്കന്മാർക്ക്, അവരുടെ അനുയായികൾക്ക്, അവരുടെ സമ്പന്നന്മാർക്ക്, അവരുടെ അധികാരം കൈയാളുന്നവർക്ക്, അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും. അന്നാണ് എല്ലാരും കൂടി നിങ്ങളെ തിന്നാൻ വരിക. കാലം അതാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? റബ്ബനാ ലാ തജഅൽനാ ഫിത്നത ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, അക്രമകാരികൾക്കുള്ള വിഭവമായി, ഭക്ഷണത്തളികയിലെ ശാപ്പാടായി ഈ സമുദായത്തിന് നീ വിളമ്പല്ലേ തമ്പുരാനെ. നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ആഗോളതലത്തിൽ നമ്മളെ പാകം ചെയ്ത് ഭക്ഷണത്തളികയിൽ വിളമ്പാൻ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഫറോവമാർ, ഖാറൂൻമാർ, ഹാമാൻമാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പിൽ ഇപ്പോൾ ഒരൊറ്റ എതിരാളി മാത്രമേ ഉള്ളൂ, അത് ഇസ്ലാം മാത്രം. അതിന്റെ സമുദായത്തെ, അതിന്റെ സംവിധാനങ്ങളെ എങ്ങനെ, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് മൂസാ നബി പ്രാർത്ഥിച്ചു. ദുൽഹജ്ജിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞിരുന്നു. മുഹറത്തിൽ ഇബ്രാഹിം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പഠിക്കുക. റബ്ബനാ ലാ തജഅൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഈ അക്രമകാരികൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെക്കാൾ വിശുദ്ധന്മാരല്ല ഇവർ, നമ്മളെക്കാൾ ഉന്നതന്മാരല്ല ഇവർ. മൂല്യത്തിൽ, ധർമ്മത്തിൽ, സത്യത്തിൽ, ന്യായത്തിൽ, നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും പ്രൊഫഷണലിസത്തിന്റെ കാപട്യത്തെ മാറ്റിവെച്ചാൽ മറ്റൊന്നും ഇവരുടെ കയ്യിലില്ല. അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത
അറുവിശുക്കന്മാർ, അക്രമകാരികൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മുത്തലാഖിനെ കുറിച്ച് കണ്ണീരൊഴുക്കുന്നവർ. അതന്നെയാ ലോകത്ത് മൊത്തമുള്ളത്, ആ ഒരു ഘടന. എന്നിട്ട് ഇവരെ മുമ്പിലേക്ക് ഞാനും നിങ്ങളും, ഇതിന്റെ നജീബും ഇതിന്റെ മുസഫർ നഗറും ഇതിന്റെ ഗുജറാത്തും ഇതിന്റെ ബാബരി പള്ളിയും അതിന്റെ ബൈത്തുൽ മുഖദ്ദസും ഒക്കെ ഇവരുടെ മുമ്പിലേക്ക് വിളമ്പപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ ആക്കരുത്. നിങ്ങൾ ഖുർആനിലെ പ്രാർത്ഥന ഉണ്ട്, എടുക്കുക. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷിക്കണം ഈ അക്രമകാരികളുടെ പിടുത്തത്തിൽ നിന്ന്, അവരുടെ അക്രമങ്ങളിൽ നിന്ന് നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണം. ഞാൻ അതവിടെ വെച്ചു. ഇനി മൂസാ നബിന്റെ വളരെ മനോഹരമായ ശേഷമുള്ളൊരു പ്രാർത്ഥനയാണ്. എന്റെ ഇടയിലൊരു കാര്യമുണ്ട്, അതിപ്പോ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കണില്ല. അവർക്ക് വേണ്ടി മൂസാ നബിയോടും സഹോദരനോടും നാം വഹ്യ് കൊടുത്തു. നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി നിങ്ങൾ സജ്ജീകരിക്കുക. ബിമിസ്രി ബുയൂത, മിസ്രിലെങ്ങും നിങ്ങൾ ഭവനങ്ങൾ ഉണ്ടാക്കുക. വജഅലൂ ബുയൂതകും ഖിബ്ല, ആ വീടായിരിക്കണം നിങ്ങളുടെ ഖിബ്ല, ആ വീടായിരിക്കണം നിങ്ങളുടെ ഖിബ്ല. വഖീമുസ് സ്വലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. നിങ്ങളുടെ ഖിബ്ല ഏതാ ഖിബ്ല? പള്ളിയാണോ? നമസ്കാരമാണോ? ഖുർആനാണോ? ജീവിതത്തിലെ ഏത് പ്രശ്നത്തിലാണ് നിങ്ങൾ പള്ളിയിലേക്ക് വന്നിട്ടുള്ളത്? നമസ്കരിക്കാൻ വേണ്ടി മാത്രമല്ലാതെ. ആ നമസ്കാരത്തെ പോലും മസ്ജിദോ മർത്തഖയ്യ ഇഖ്ബാൽ പാടിയല്ലോ, മസ്ജിദുകൾ ശോകമൂകമാണ്, ആളുകളില്ല. ഹിജാസിലെ പഴയ പ്രതാപികളൊന്നും അവിടെ ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകന് ഉത്തരം കൊടുത്ത അബൂബക്കർ, ഉമർ, അബ്ദുറഹ്മാൻ, ഉമൈർ മക്കയെ മദീനയെ ജീവിതത്തിന്റെ എല്ലാം നൽകി മനോഹരമായി വളർത്തിക്കൊണ്ടുവന്നവർ. ഇന്ന് നിങ്ങളുടെ പള്ളികൾ ശോകമൂകമാണ്, ജീർണമാണ്, ഉള്ളിൽ ആളില്ല. നിങ്ങളുടെ പള്ളികളെ നിങ്ങൾ ഖിബിലയാക്കണം. ഈ ഫാസിസം, നാസിസം, സയണിസം, ക്യാപിറ്റലിസം, മുതലാളിത്തം, സാമ്രാജ്യത്വം എല്ലാം കൂടി നിങ്ങളെ പിഴിഞ്ഞെടുക്കാൻ ഒരുങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്റിൽ നിങ്ങൾ പള്ളികൾ ഉണ്ടാക്കുക. ആ പള്ളികളിലേക്ക് നിസ്കരിക്കാനുള്ള പള്ളി നല്ല ഇവിടെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഖിബലയാവണം. നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ മതം, നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ കല, നിങ്ങളുടെ സാഹിത്യം, വിദ്യാഭ്യാസം, നിങ്ങളുടെ ആരോഗ്യം, ജനിച്ചതിന്റെയും മരണത്തിന്റെയും ഇടയിലൂടെ നിങ്ങൾ കഴിച്ചുകൂട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ദിശാബോധം നൽകുന്ന പ്രദേശമായി. എനിക്ക് പ്രസംഗിക്കാനേ പറ്റുള്ളൂ പൊതുട്ടോ. അങ്ങനെ പള്ളിയില്ല ഇപ്പൊ ലോകത്ത്, വളരെ കുറവാണ്. കിബിലയായ പള്ളികളില്ല. മസ്ജിദുൽ ഹറാം മുതൽ നമ്മളെ പള്ളി അടക്കം. അതാണ് അങ്ങനെയല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. നിങ്ങളുടെ മനുഷ്യ സമൂഹത്തിന്റെ, മുസ്ലിങ്ങളുടെ മാത്രമല്ല, മനുഷ്യർക്ക് അവലംബമാകുന്ന, അവർക്ക് ദിശ നിർണയിച്ചു കൊടുക്കുന്ന, അവരുടെ വെള്ളം നഷ്ടപ്പെടുമ്പോൾ, റേഷനറി നഷ്ടപ്പെടുമ്പോൾ, ഇപ്പൊ കണ്ടില്ലേ നിങ്ങള്, കേരളത്തിന്റെ റേഷൻ ബന്ദ് ചെയ്തിരിക്കുന്നു BJP സർക്കാർ, കേന്ദ്ര സർക്കാർ. BJP-കാരനൊന്നും റോട്ടിൽ ഇറങ്ങിയിട്ടില്ല ഒരു സമരത്തിനും. അത്രയും നിങ്ങൾ കോൺഗ്രസ് ആണ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? RSSും BJP റോട്ടിൽ നിന്ന് കയറില്ല, ഒരിക്കലും കയറില്ല. കേരളത്തിന്റെ റേഷൻ അവർ ബന്ദ് ചെയ്തെങ്കിൽ, പെട്രോളിന് വില കൂട്ടിയത് മൻമോഹൻ സിംഗും കോൺഗ്രസും ആയിരുന്നെങ്കിൽ എത്ര ദിവസം BJP ഇപ്പം ഓരോ ആഴ്ചയിൽ വില കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ തിരിച്ചറിയണം ഞാനും നിങ്ങളും. ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ബുയൂതകും ഖിബല, ജനങ്ങൾക്ക് ഖിബലയായി, അവർക്ക് അവലംബമായി, അവർക്ക് മുഖം തിരിക്കാനുള്ള, ദിശ കാണിക്കാനുള്ള കേന്ദ്രമായി നിങ്ങൾ പള്ളികളെ മാറ്റണം. ആശയപരമായും പ്രയോഗപരമായും പ്രതിസന്ധികളിൽ നിങ്ങൾ ഉഴലുമ്പോൾ നിങ്ങളുടെ പള്ളി നിങ്ങളുടെ കേന്ദ്രമാകണം. നമസ്കരിക്കാൻ പോലും പള്ളി കേന്ദ്രമായിട്ടില്ല. ഞാൻ പോണില്ല ആ വർത്താനത്തിലേക്ക്. നിസ്കാരം വേറെ പറയേണ്ടതാ. സുബഹിക്ക് ഞാൻ പഴപ്പം ചോദിക്കലില്ല. ഇന്നത്തെ സുബഹി കിട്ടിയോലും എത്ര ആളുണ്ടതിൽ? നിങ്ങൾ എങ്ങനെ RSSനെ തോൽപ്പിക്കുക? നിങ്ങൾ എങ്ങനെയാ മുസവർണമരെ അതിജീവിക്കുക? നിങ്ങൾ എങ്ങനെയാ ഗുജറാത്തിനെ വിജയിക്കുക? നിങ്ങൾ എങ്ങനെയാ ബൈത്തുൽ മുഖദ്ദസ് വീണ്ടെടുക്കുക? ഉള്ള പള്ളിയിൽ നമസ്കരിക്കാൻ സമയമില്ല. പോട്ടെ, അവിടെ കിടക്കട്ടെ. നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യസന്തോഷമറി. ഞാൻ കുറ്റപ്പെടുത്തിയതിലിട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, അതുകൊണ്ടുള്ള ഇവിടെ വന്നിട്ടുള്ളത്. ഉള്ള ഈമാനിനെ വീണ്ടും വളം കൊടുത്ത് നട്ടുപിടിപ്പിക്കുക, അതിനെ വളർത്തിക്കൊണ്ടുവരിക. അൽഹംദുലില്ലാ, ഇത് തന്നെ ഒരു സമാധാന. പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ, ജുമായും നടക്കുന്നില്ലെങ്കിൽ, സമയം തെറ്റിയിട്ട് പോലും അവൻ നമസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രയാസമില്ലേ? എനിക്കല്ല, നിങ്ങൾ ഈ നേരത്തിന്റെയും വൈകുന്നേരത്തിന്റെയും ഇടയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനിരിക്കുന്ന നിങ്ങൾ, ഈ ഒരു ദിവസത്തിന്റെയും ആഴ്ചയുടെയും ഇടയിൽ അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കാനിരിക്കുന്ന നമ്മൾ, ഈ ഒരു മാസത്തിന്റെയും വർഷത്തിന്റെയും ഇടയിൽ
ആയുസ് തീരാൻ തീരുമാനിക്കപ്പെട്ട നമ്മൾ മരിക്കുന്നത് വരെ മാത്രം ആയുസുള്ള ഞാനും നിങ്ങളും അള്ളാഹ്ക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തോ വാങ്ങിയോ ആണ് ചോദ്യം. നിസ്കരിക്കുക. ആ ഭാഗം ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് അതിന്റെ ശേഷം മൂസാ നബിന്റെ ഈ പ്രാർത്ഥന വളരെ അർത്ഥവത്തോ ഖാല മൂസ. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബനാ, അല്ലാഹുവേ, ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാല. അല്ലാഹുവേ, നീ എന്ത് പണിയാ ചെയ്തത്? കൊടുത്തത് മുഴുവൻ അമേരിക്കയ്ക്കും യൂറോപ്പിനും, കൊടുത്തത് മുഴുവൻ ഫ്രാൻസിനും റഷ്യയ്ക്കും ബ്രിട്ടനും ഒക്കെ. എല്ലാം ഉള്ളത് അവരുടെ കയ്യില്. സമ്പത്തും സൗകര്യങ്ങളും. സീനതൻ വഅംവാലൻ, സമ്പത്തുണ്ട്, മികച്ച ജനസംഖ്യയിലെ വലുപ്പൊന്നുമല്ല ഈ പറയുന്നത്. കഴിവുറ്റ ആളുകൾ, സമ്പത്തിന്റെ അധികാരം, അതുമായി ബന്ധപ്പെട്ട നല്ല വൈദഗ്ധ്യമുള്ള ജനസമൂഹങ്ങളും, അതുപോലെ തന്നെ അസാമാന്യമായ സാമ്പത്തിക ത്രാടിയുള്ള സംവിധാനങ്ങളും നീ കൊടുത്തു അവർക്ക്. അംവാലൻ, ആ സീനത്ത് എന്നുള്ള പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊരു രസ വാഷിംഗ്ടൺ കാണാനില്ലേ, ന്യൂയോർക്ക് കാണാൻ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയും മാഡ്രിഡിന്റെ കളിയൊന്ന് കണ്ടോക്ക് നിങ്ങൾ. അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും കേരളത്തിലെ ഇന്ത്യയിലെ മോഹൻ ബഗാന്റെ ഈസ്റ്റ് ബംഗാളിലെ കളിയൊന്ന് കണ്ടോക്ക് നിങ്ങൾ. നമ്മൾ പറയും, ഹാ ഇതെന്ത് കളി, എന്ത് മോഹൻ ബഗാൻ, എന്ത് മുഹമ്മദ് എന്ത്. ആ കൂടി ഒരു ക്രിക്കറ്റ് ഉണ്ട്, വേറെ ആരും കളിക്കാനോ. ഭയങ്കര ഒത്തുകളിന്റെ ഇന്ത്യക്ക് പോട്ടെ, ആ ഒരു കളിയല്ല, ബാക്കി എല്ലാ കളിയിലും എന്താ അതിന്റെ ഒരു ചുറുക്ക്, അതിന്റെ റോഡ്, അതിന്റെ വികസനം, അതിന്റെ ബാങ്കിംഗ് സിസ്റ്റം, അതിന്റെ സൈന്യം, അതിന്റെ മീഡിയ, അതിന്റെ വ്യവഹാരങ്ങൾ, അവരുടെ സംവിധാനങ്ങൾ എല്ലാം സീനത്തൻ, ഭയങ്കരമായ തുറക്ക്. ഞാനിങ്ങളൊക്കെ തന്നെ പറയില്ലേ, ഫിറഔനെ കണ്ടാൽ അങ്ങനെയായിരുന്നു. മൂസാ നബി അവിടുന്നാണല്ലോ ഈ പ്രാർത്ഥിക്കണത്. എന്തൊക്കെയാണ് ഈ ഫിറഔനിന്? കണ്ണഞ്ചിപ്പിക്കുന്ന പിരമിഡ്, നിർമ്മാണ രംഗത്തെ എല്ലാറ്റിനെയും വെല്ലുവിളിച്ച് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ മഹാത്ഭുതം. എനിക്ക് തോന്നുന്നു പിരമിഡിന് ചരിത്രത്തിൽ ഒരൊറ്റ ദൗത്യം ചെയ്യാനുള്ളൂ, അത് ഫറോവനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രം. അതിനുവേണ്ടി അള്ളാഹ് അവരെ കൊണ്ട് ചെയ്യിച്ച വിഡ്ഢിപ്പണിയാണത്. വേറെന്താണുള്ളത്? ആ മഹാ അത്ഭുതങ്ങൾ. എന്താണ് അവരുടെ കഴിവ്, എന്താണ് അവരുടെ വിഭവങ്ങൾ, എന്താണ് അവരുടെ സൈന്യം ഒക്കെ. ഞാനിങ്ങളൊക്കെ പറയണം, എന്താ അമേരിക്കനെ പോലെ ആവണം, യൂറോപ്പിനെ പോലെ ആവണം. അതുപോലെ തന്നെ പിന്നെ അറബികളെ പോലെ ആകാൻ ഏതായാലും ഞാൻ ആഗ്രഹിക്കണ്ട. കാരണം മിഡിൽ ഈസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതാ ഇറാഖ് പോലെ ആവണമെന്നോ, സിറിയ പോലെ ആവണമെന്നോ, ലിബിയ പോലെ ആവണമെന്നോ, അഫ്ഗാനിസ്ഥാൻ പോലെയും പാകിസ്ഥാൻ പോലെ ആവണമെന്നോ ആരോടാ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ? അള്ളാഹ് പറയുന്നു, മൂസാ നബി പറയുന്നു, ഫിറഔനാണ് ഈ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ നമ്മുടെ ആൾക്കാരെ നോക്കൂ നിങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ, ഫസ്തക്ബറോ വകാനോ ഖൗമൻ മുജ്രിമീൻ. കബീറുകളാണിവർ. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഭാഷ, അവരുടെ ആസൂത്രണങ്ങൾ, അവരുടെ എല്ലാം വമ്പിച്ച കിബറിന്റെ, അസാമാന്യമായ അഹങ്കാരത്തിന്റെ അതിരുകവിച്ചിലുകളാണ് അവരുടെ കൈകളിലുള്ളത്. അവർക്ക് ഇതൊക്കെ കൊടുത്തു. ബംഗ്ലാദേശിന് എന്താ കൊടുത്ത? ഒന്നുമില്ല. ആഫ്രിക്കക്ക് എന്താ കൊടുത്ത? ഒരു സാധനവും കൊടുത്തിട്ടില്ല. അംവാലൻ ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിലൊക്കെ അവർക്ക് റബ്ബനാലി യുദില്ലു അൻ സബീലിക് കൊടുത്തതല്ല പ്രശ്നം. എന്താണ് അവർ ഇതുകൊണ്ട് ചെയ്യുന്നത്? അവരുടെ ഹോളിവുഡ് ഉപയോഗിച്ച്, അവരുടെ യുണൈറ്റഡ് നേഷൻ ഉപയോഗിച്ച്, അവരുടെ വൈറ്റ് ഹൌസ് ഉപയോഗിച്ച്, അവരുടെ BBC-യും CNN-ഉം ഒക്കെ ഉപയോഗിച്ച്, അവരുടെ FBI-യും CIA-യും ഒക്കെ ഉപയോഗിച്ച് എന്താണ് ഇവർ ലോകത്ത് ഒക്കേടോ എല്ലാം. ഏതെങ്കിലും ഒന്നുങ്ങളെ കളയണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സകലതും ലിയുദില്ലു അൻ സബീലിക്, അല്ലാഹുവേ നിന്റെ മാർഗത്തെ തൊട്ട് തടയാൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് പരമകാരുണ്യകരും കരുണാമയനുമായ അള്ളാഹുവിന്റെ ആശയങ്ങളെ, ദർശനങ്ങളെ, അതിനോടുള്ള ജീവിത നിലപാടുകളെ, അതിൽ ആളുകൾ പെട്ടുപോകാതിരിക്കാൻ അപകടകരമായ സൗന്ദര്യത്തോടുകൂടിയുള്ള അവതരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ നീ അവർക്ക് കൊടുത്തു. എന്നിട്ട് പിന്നെ മൂസാ നബി കുറച്ച് നല്ലോണം അനുഭവിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മൂസാ റബ്ബന തുമിസ്, അല്ലാഹുവേ ഒക്കെ നശിപ്പിക്ക്. ഫലാ അംവാലിഹിം വഷ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ സമ്പത്ത് മുഴുവൻ തകർത്ത് തരിപ്പളമാക്കണം. വഷ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കണം. അവരെ നന്നാവരുതിനി. കാരണം കെട്ടത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, കെട്ടത് മാത്രമേ അവർ ചെയ്യുള്ളൂ. അതുകൊണ്ട് വഷ്തുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെയും നീ കഠിനമാക്കണം. ഫലാ യുഅ്മിനു ഹത്താ യറൗൽ അദാബൽ അലീം, ശിക്ഷ വരുമ്പോഴല്ലാതെ അവർ വിശ്വസിക്കാൻ പാടില്ല. അത്രക്കും ഒരു പ്രവാചകന്മാർ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ അത്രയും അപകടകാരികളായിരിക്കും ആ സൈനിക, സാമ്പത്തിക, രാഷ്ട്രീയ, പൗരോഹിത്യ മേധാവികൾ.
നശീകരണത്തിന്റെ നാശത്തിന്റെ സകല അതിരുകളും ലംഘിച്ചവർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. എനിക്കും പ്രാർത്ഥിക്കണം, എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നാ തോന്നുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമായിട്ടില്ല. കാരണം നമ്മൾ മൂസാ നബി അല്ല, നമ്മൾ മൂസാ നബി ആയിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതി. ഇഖ്ബാലിന്റെ കവിതയെ പറയുന്നുണ്ട്. എന്താണ്, ജൽവാ തൂർ മൗജൂദ് ഹേ. മൂസാ നബിക്ക് കിട്ടിയ തൂർ സീനായിലെ വെളിച്ചം ഇന്നും തൂർ സീനായിലുണ്ട്. ജൽവാ തൂർ മൗജൂദ് ഹേ, മൂസാ ഹി വഹി ഹേ. പക്ഷെ മൂസ ഇല്ല. തൂർ സീനയിൽ പോയി വെളിച്ചമെടുക്കാൻ വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമൻ വഖറബനാഹു നജിയ. മൂസയെ നാം വിളിച്ചു, പരിശുദ്ധമായ തൂർ പർവ്വതത്തിന്റെ അടുക്കലേക്ക് വാ, ഈ അള്ളാഹുവിന്റെ സന്ദേശം ഏറ്റെടുക്ക്, എന്നിട്ട് നീ ചെല്ലൈദഹബില ഫിർഔൻ, ഫിർഔന്റെ അടുത്തേക്ക് പോ. കൊട്ടാരങ്ങളിലേക്ക്, കൊത്തളങ്ങളിലേക്ക്, ബാരക്കുകളിലേക്ക്, മീഡിയ റൂമുകളിലേക്ക്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക്, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക്, സൈനിക കേന്ദ്രങ്ങളിലേക്ക് എല്ലാം നീ കടന്നു ചെല്ല്. ഇന്നഹു ത്വഗാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. മുസ്ലിം ലോകത്ത് ഇങ്ങനെ പോകാൻ ഇന്ന് ആളുണ്ടോ എന്നുള്ളത് വേറെ പഠിക്കണം. നമ്മളേതായാലും അതല്ല. പിന്നെ ഏത് സംഘടനയാ പോണത്, ഏത് വ്യക്തികളാ പോണത്, ഏത് നേതാക്കന്മാരാ പോകണത്. പക്ഷെ എന്നാലും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് സങ്കടപ്പെട്ടുള്ള മുമ്പിലുമൊക്കെ എനിക്കും വെക്കും. അള്ളാഹുവേ, ഓർക്കാണല്ലോ ഇതൊക്കെ കൊടുത്തത്. അതുപയോഗിച്ച് മനുഷ്യന്റെ വീക്ഷണങ്ങൾ മുഴുവൻ അവർ കൊള്ളയടിക്കുന്നു. അതിന്റെ ഭംഗി, അതിന്റെ ഗാംഭീര്യം, അതിന്റെ തലയെടുപ്പ്, അതിന്റെ കെട്ടും മാറ്റും ഒക്കെ കണ്ടിട്ട് ആളുകളൊക്കെ അതിൽ വീണുപോകുന്നു. ലിയുദില്ലുഅൻ സബീലിക്. രണ്ടാമത്തെ പാർട്ടി നമുക്കിപ്പോ പറയാനായിട്ടില്ല. അതുകൊണ്ട് അവരെ നശിപ്പിക്കണം. കാരണം അവർ ഉഴപ്പിക്കുക. മൂസാ നബിക്ക് അള്ളാഹ് മറുപടി കൊടുത്തു, വളരെ നല്ല മറുപടി കൊടുത്തു. ഖാലഖദ് ഉജീബ ദഅവതുകുമാ. നിങ്ങളെ രണ്ടാളും പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. ഫസ്തഖീമ. നിങ്ങൾ സ്റ്റേഡായി നിന്നോ, വഴങ്ങണ്ട, ഒന്നിലും വിട്ടുകൊടുക്കണ്ട. അവരെ വളക്കാനും ശരിക്കാനും ഒടിക്കാനും ശ്രമിക്കും. അവരതാണ് ആഗ്രഹിക്കുന്നത്. വ്യക്തികളെ, സംഘടനകളെ, രാഷ്ട്രങ്ങളെ, പ്രസ്ഥാനങ്ങളെ പിഴിഞ്ഞ് ഉടച്ച് വരിച്ച് തിരിച്ച് അവർക്ക് വഴങ്ങുന്ന ഒന്നിലേക്ക് വലിച്ചടക്കാൻ അവർ ശ്രമിക്കും. ഫസ്തഖീമാ. നിങ്ങൾ നല്ല റെഡിയായിട്ട് നിൽക്കുക. വലാ തത്തബിആനി സബീലൽ ലദീന ലാ യഅലമൂൻ. എന്തിനാണ് ഇവരെ പിൻപറ്റേണ്ട കാര്യം? ഒരു വിവരമില്ലാത്ത ഇവരെ, അറിവിന്റെ അടിസ്ഥാനമില്ലാതെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരെ നിങ്ങൾ എന്തിന് പിൻപറ്റണം? പിൻപറ്റാൻ നിങ്ങൾ പോകേണ്ടതില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു മറുപടിയും കിട്ടണം. അതാണ് ചരിത്രത്തെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. ഫറോവയെയും ഹാമാനെയും കാറൂനെയും നേരിടണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. അതിന് ശേഷമുള്ള കഥ പിന്നെ ഖുർആൻ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം. വജാവസനാ ബിബനി ഇസ്രായീൽ അൽ ബഹറ. അങ്ങനെ ഇസ്രായേലിനെ മുഴുവൻ നമ്മൾ കടല് കടത്തി. വലിയ ചരിത്രമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണില്ല. ഫതബാഹും ഫിർഔന വജുനൂദഹു. ഫിർഔനും ഫിർഔന്റെ സൈന്യവും തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുക അതിന്റെ ബാക്കിൽ. ബഗ്യം വഅദുവ. സൈന്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നിലപാട് ബഗ്യ, വിദ്വേഷം. മിക്ക രാഷ്ട്രങ്ങളും അതിന്റെ രാഷ്ട്രീയ മേധാവികളും വിദ്വേഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിലപാടുകൾ രൂപീകരിക്കുന്നത്. ധർമ്മമല്ല, അതിലല്ല, നീതിയല്ല, ഹക്കല്ല, സത്യമല്ല, വിദ്വേഷം മാത്രം മനസ്സിൽ വെച്ച് ഇന്ത്യ പാക് സംഘർഷങ്ങൾ മുതൽ ഒക്കെ നിങ്ങൾ എടുത്തോ. എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത്? പാകിസ്ഥാന് അപകടകാരിയാണ്. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം പാകിസ്ഥാനിൽ ഇസ്ലാമല്ല ഉള്ളത്, അമേരിക്ക ഇസ്രായേലാണല്ലോ. പണ്ട് മുതലേ കഴിഞ്ഞ 50 വർഷമായി നിരന്തരമായി ഇന്ത്യക്കെതിരെ എന്തൊക്കെ പണി അവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരേ കളത്തിൽ മോഡിയും നവാസ് ഷെരീഫും നിൽക്കുന്നു, അമേരിക്കയുടെ കളത്തിൽ. എന്നിട്ട് അവര് രണ്ടാളും എതിരാളിയാണ് എന്ന് നമ്മളോട് പറയാ ആര്? മാധ്യമങ്ങൾ. നവാസ് ഷെരീഫും മോഡിയും എതിരാളിയാവുന്നു, ഇന്ത്യയും പാകിസ്ഥാനും എതിരാവുന്നു. രണ്ടാളും ഒരേ കോർട്ടില, അമേരിക്കന്റെ കോർട്ടിൽ. ഇപ്പുറത്തില്ല, വേറെ ഒരു വിശുദ്ധമായ കോർട്ടില്ല. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈനിസത്തിന്റെ കോർട്ട്. അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞത് ബഗ്യം വഅദുവ, ശത്രുത, വിദ്വേഷവും അസൂയയും പകയും ലോകത്ത് മുഴുവൻ. എന്തിനാ സദ്ദാമിനെ കൈകാര്യം ചെയ്തത്? എന്തിനാ ലിബിയയെ, എന്തിനാ സിറിയയെ, എന്തിനാ അഫ്ഗാനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് നജീബിനെ കുറിച്ച് ഉത്തരം പറയാത്തത്? എന്താണ് മുസഫർ നഗർ പരിഹരിക്കപ്പെടാത്തത്? ബഗ്യം വഅദുവ, അതിഭീകരമായ ശത്രുതയുടെ മനസ്സ്, പകയുടെ മനസ്സ്. ഹത്താ ഇദാ തറകഹുൽ ഗറഖ്. അവര് മുങ്ങണത് വരെ തൊലയണം, മുടിയണം, നശിക്കണം, മുങ്ങണം. ഖാല ആമൻതു അന്നഹു. മുങ്ങാൻ പോയ സമയത്ത് ഫറോവയും സൈന്യവും ഒടുങ്ങാൻ പോവുക. ലോകത്തിലെ ഘനഗാംഭീര്യമുള്ള സൈന്യം. പിന്നെ ഒരു മറുവശമുണ്ട്, എല്ലാം തികഞ്ഞവർ. ശാസ്ത്രം, സമ്പത്ത്, സൈന്യം,
അധികാരം, പ്രൗഢി, പിൻബലം, എല്ലാത്തിനും വലിയവർ. ഇതൊന്നും നിങ്ങൾ ഞെട്ടണ്ട, ഞാനും ഞെട്ടണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അത്രയും വലിയ കെങ്കേമന്മാരായ സൈന്യത്തെയും അതിന്റെ വ്യൂഹങ്ങളെയും അള്ളാഹു കൊണ്ടുവന്ന് മുക്കുകയാണ് കടലിലേക്ക്. അപ്പൊ ഫിർഔൻ പറഞ്ഞു, ആമൻതു, ഞാൻ വിശ്വസിച്ചിട്ടു, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായേൽ, ഇസ്രായേൽ സമുദായത്തിന്റെ ദൈവത്തിൽ ഞാനും ഇതാ വിശ്വസിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവൻ, അംഗീകരിക്കുന്നവരിൽ പെട്ടവനാകുന്നു. അല്ലാഹു ചോദിക്കാൽ ആൻ, ഇപ്പോഴോ, ഈ അവസാനം മുടിഞ്ഞ നേരത്തോ, എടോ ഇതിന് മുമ്പ് മുഴുവൻ നീ എതിരല്ലായിരുന്നോ, എല്ലാറ്റിനും നീ എതിരല്ലായിരുന്നോ. വകുന്ത മിനൽ മുഫ്സിദീൻ, എല്ലാ നാശങ്ങൾക്കും നേതൃത്വം നൽകിയവനാണ് നീ, നശീകരണങ്ങൾക്ക് മാത്രം നേതൃത്വം നൽകിയവൻ. അതുകൊണ്ട് നിന്റെ ഈ വിശ്വാസവും സംരക്ഷണവും ഒരു ഗുണവും ചെയ്യില്ല, ഇന്ന് മുക്കുകയാണ്. ഞാൻ മുഹറം വക്കിലേക്ക് നമ്മൾ പോണില്ല. മുഹറം മാസത്തിന്റെ വലിയ സന്ദേശം ഇതാ. ലോകത്തിലെ വലിയ സൈനിക, സാമ്പത്തിക, അധികാര, മത നേതൃത്വമായിരുന്ന ഫറോവയെയും അതിന്റെ സംവിധാനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൽ മുക്കി ഒടുക്കിയതിന്റെ ഒരു മഹാപ്രവാചകൻ, വിനീതനായ പ്രവാചകൻ വളരെ മനോഹരമായി ദഅവത്തും വിമോചനവും നിർവഹിച്ചതിന്റെ മനോഹരമായ ചരിത്രം. അങ്ങനെ ഒരു മൂസാ നബിയും അതിന്റെ ചരിത്രവും എടുക്കാൻ പറ്റുമോ നോക്കുക. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ജൽവാ തൂർ മൗജൂദ് ഹേ, മൂസാ നബിയുടെ പ്രകാശം അവിടെ ഉണ്ട്. മൂസാഹി നഹി ഹേ, പക്ഷെ മൂസല്ല, എടുക്കാൻ പറ്റിയ മൂസമാരില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മൂസയാവുക അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകനാവുക എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ചരിത്രത്തിൽ ആ ദൗത്യങ്ങൾ നിർവഹിക്കാൻ, ആ സന്ദേശങ്ങൾ പ്രയോഗിക്കാൻ, അതുമായി എല്ലാവരിലേക്കും കടന്നു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമെങ്കിൽ അള്ളാഹു വീണ്ടും വീണ്ടും ഈ ഉമ്മത്തിനെ സഹായിക്കും, സംരക്ഷിക്കും, കനിവും തണലുമൊക്കെ നൽകി അനുഗ്രഹിക്കും. അല്ലാഹുവേ, നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, നേരത്തെ സൂചിപ്പിച്ച ഒരു ഭാഗം, സമയമില്ല. നിങ്ങളടുത്ത് സമയമുണ്ടോ? നിങ്ങൾക്ക് എന്തിനാണ് സമയമുള്ളത്? അള്ളാഹു നിങ്ങളെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചാൽ ഏത് സമയമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? നഷ്ടപ്പെടുത്താതിരിക്കുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അലസതയും മടുപ്പും മുഷിപ്പും ആലസ്യമൊക്കെ ഒഴിവാക്കുക. അള്ളാഹു വിളിക്കുന്നതിന്റെ മുമ്പ് എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക. അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന വണ്ണം ദയനീയമായി. യതവഫാക്കും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബിക്കും, മലക്കുകൾ വന്ന് നിങ്ങളെ ഏറ്റെടുക്കാൻ പോകുമ്പോൾ നിങ്ങളിങ്ങനെ തലയും താത്തിയിട്ട് നിൽക്കുമല്ലോ, നിസ്സഹായരായി, ഒരു വഴിയുമില്ലാതെ. എല്ലാ വമ്പും അവസാനിപ്പിച്ച് തലയും താഴ്ത്തി നമ്മൾ നിൽക്കേണ്ട ഒരു ഘട്ടം നിങ്ങളും കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴും അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ഞാനെപ്പോഴാണ് നിങ്ങളെപ്പോഴാണെന്നുള്ളത്. അതറിയില്ല എന്നുള്ള ധൈര്യത്തിൽ അഹങ്കാരികളായി, ആലസ്യമുള്ളവരായി ഞാനും മാറാൻ പാടില്ല. സമയം നഷ്ടപ്പെടുത്തരുത്. ഇസ്ലാമിക ഉമ്മത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയത്തിനെയും സമ്പത്തിനെയും മികച്ച ഉപയോഗപ്പെടുത്തലിന് നമ്മൾ ശ്രമിക്കുക. ഒന്നിനും സമയമില്ല. അള്ളാഹ് വിളിച്ചാൽ പോവാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ജാഗ്രത. മരണത്തെക്കുറിച്ചൊക്കെ നല്ല ആലോചിച്ച്, ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കൂടില്ല. ശരിക്കും ആലോചിക്കുക, ചിന്തിക്കുക, ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാൻ അല്ലാഹുവേ, നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടായിട്ടുമൊക്കെ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. പടച്ച റബ്ബേ, നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ, കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹു എല്ലാ വൻഭാഗങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ചെറിയതും വലിയതുമായ എല്ലാ തെറ്റുകളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, കുറ്റങ്ങൾ പൊറുക്കുന്നവനും തെറ്റുകൾ മാപ്പാക്കുന്നവനും വലിയ കരുണ ചെയ്യുന്നവനുമാണ് നീ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉമ്മുണ്ട്, ഉപ്പുണ്ട്, വയസ്സായവർ. എൻ്റെ ഉമ്മയ്ക്കൊപ്പം വയസ്സായിക്കുക. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും അങ്ങനെ തന്നെ ഉമ്മാര്. ഒരു പണിയില്ല അവർക്ക്, മരണത്തെ മാത്രം പ്രതീക്ഷിച്ചിരിക്കണം. അവർക്കൊന്നും ചെയ്യാനില്ല. കട്ടിലുകളിൽ, രോഗങ്ങളിൽ, അവശതകളിൽ നിങ്ങളെയൊക്കെ ഉമ്മാരും വാപ്പാരും ഒക്കെ. അല്ലാഹുവേ, നീ അവരോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാൻ നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളും കുട്ടികളും ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അവർക്കാണ് ഈ ഓട്ടം മുഴുവൻ.
പെണ്ണിനെ പോറ്റാൻ, മക്കളെ പോറ്റാൻ എല്ലാം മറന്ന് ഓടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ സമയവും ശരീരമൊക്കെ മറന്ന് ഓടിക്കൊണ്ടിരിക്കുക. അല്ലാഹുവേ, ആ ഇണകളെയും കുട്ടികളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശരിയായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ട് ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, കുട്ടികളുണ്ട്, ഇണകളുണ്ട്, മക്കളൊക്കെ മരിച്ചവരില്ലേ ഈ കൂട്ടത്തിൽ? ഞങ്ങളെ മക്കൾ കബറിൽ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ വാപ്പാരില്ലേ അവിടെ? നിങ്ങളുടെ ഉമ്മാരില്ലേ അവിടെ? നമ്മുടെ സഹോദരന്മാരും സഹപ്രവർത്തകന്മാരും ഒക്കെ അല്ലേ കബറുകളിൽ? അല്ലാഹുവേ, അവരോടൊക്കെ നീ പൊറുക്കടേ തമ്പുരാനെ. ഖബറിലെ, ബർസഖിലെ, മഹ്ശറയിലെ, നരകത്തിലെ വേദനാജനകമായ ശിക്ഷകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവരെയും ഞങ്ങളെയും ഒക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഭിമാനമുള്ള, അന്തസ്സുള്ള, അതിജീവിക്കാൻ കഴിവുള്ള ഒരു ഉത്തമ സമൂഹമാക്കി നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണേ തമ്പുരാനെ. ഒരുമ നൽകി, ഐക്യം നൽകി, ദീർഘവീക്ഷണം നൽകി, കരുത്തുള്ള നേതാക്കന്മാരെ നൽകി മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. വലിയ പരീക്ഷണങ്ങൾ, വലിയ പ്രതിസന്ധികൾ ഞങ്ങളുടെ മുകളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബേ, എല്ലാറ്റിന്റെയും പരിണതി ഈ ഉമ്മത്തിനെ നീ നല്ലതാക്കി നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, മറ്റുള്ളവർക്ക് പരീക്ഷിക്കാനും തട്ടിക്കളിക്കാനുമുള്ള ഒരു അവസ്ഥയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കല്ലേ തമ്പുരാനെ. എല്ലാ അക്രമകാരികളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഇന്ത്യ, കേരളം ഞങ്ങളുടെ നാടാണിത്. ഈ നാടിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. സമാധാനവും സൗഹൃദവും സഹിഷ്ണുതയും സുരക്ഷിതത്വമുള്ള നാടാക്കി ഞങ്ങളുടെ നാടിനെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. اللهم انصرنا يا رب العالمين. اللهم انصرنا على القوم الكافرين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله وصلى الله على محمد صلى الله عليه وسلم.